18th എ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കാണിക്കേണ്ടത് എന്താണെന്നറിയോ? ആൽഫ ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത് ഡെൽ എഫ് ഓഫ് പി പർപ്പിന് ഈക്വൽ ആണെന്നാണ് കാണിക്കേണ്ടത്. അതിന് ഇവർ തന്നിട്ടുള്ള കണ്ടീഷൻ ഇതൊക്കെയാണ്. ആദ്യം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ Rn+1 എന്ന് പറയുന്ന സ്പേസിലെ ഒരു ഓപ്പൺ സബ്സെറ്റാണ് യു എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓപ്പൺ സബ്സെറ്റ്. ഈ യുവിൽ നിന്ന് ആറിലേക്കുള്ള ഒരു സ്മൂത്ത് മാപ്പാണ് എഫ് എന്ന് പറയുന്നത്. ഈ യുവിലൊരു പോയിൻ്റാണ് പി ഒരു റെഗുലർ പോയിൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റ് റെഗുലർ പോയിന്റ് എന്നറിയോ? ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഡെൽ എഫ് ഓഫ് പി എന്ന് പറയുന്നത് നോൺ സീറോ ആയിരിക്കും. ഇങ്ങനെ തന്നിട്ട് നമ്മളോട് പറഞ്ഞു ഈ പി ആറിലേക്ക് മാപ്പ് ചെയ്യുന്ന പോയിന്റ് സി ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സംഭവം കണ്ടുപിടിക്കണം. ആൽഫ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് പി പർപ്പ്. ഇതിനെന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ ഒരു ലെമ്മയിൽ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത്? ഡെൽ എഫ് ഓഫ് പി ഡോട്ട് ആൽഫ ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത് 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഡെൽ എഫ് ഓഫ് പി പർപ്പാണ് 0 വരിക. അങ്ങനെയാണെങ്കിൽ ഈ ആൽഫ ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? ഡെൽ എഫ് ഓഫ് പി പർപ്പിലുണ്ടാവും. അപ്പോൾ ആൽഫ ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഡെൽ എഫ് ഓഫ് പി പർപ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ഇത് സബ്സെറ്റ് ആണെന്ന് കിട്ടി. ഇനി തിരിച്ച് ഇങ്ങോട്ടേക്ക് സബ്സെറ്റ് ആണെന്ന് കിട്ടണം. അതിനെന്താ ചെയ്യുന്നത്? നമ്മൾ എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഡെൽ എഫ് ഓഫ് പി പർപ്പിൽ എടുക്കുന്നു. എന്നിട്ട് അത് എവിടെ ഉണ്ടെന്ന് കിട്ടണം? ആൽഫ ഡോട്ട് ഓഫ് ടിയിലുണ്ടെന്ന് കിട്ടണം. ഇതിൽ കൂടെ തന്നെ നമ്മളൊരു കാര്യം കൂടി കാണിക്കണം. എന്താണ്? ഇമേജ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് എന്തിൻ്റെ സബ്സെറ്റ് ആവുക? എഫ് ഇൻവേഴ്സ് ഓഫ് സിൻ്റെ സബ്സെറ്റ് ആവുക. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ കാണിച്ചാൽ മാത്രമേ ഇത് പ്രൂവ് ആവുള്ളൂ. ഇനി ഇത് കാണിക്കാൻ ഇമേജ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് സിൻ്റെ സബ്സെറ്റ് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആൽഫ ഓഫ് ടി എടുക്കുക. ഇമേജ് ഓഫ് ആൽഫ ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് കിട്ടിയാൽ മതി? എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് കിട്ടിയാൽ മതി. ഇനി എഫിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടി ഈക്വൽ ടു സി എന്ന് കിട്ടണം. ഇനി ഇതൊരു കോൺസ്റ്റൻ്റ് അല്ലേ? കോൺസ്റ്റൻ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 0 വരണം അല്ലേ? അപ്പോൾ d/dt ഓഫ് എഫ് ഓഫ് ആൽഫ ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. ഇനി എഫ് ഓഫ് ആൽഫ ഓഫ് ടീൻ്റെ ഡെറിവേറ്റീവ് എന്താ? ആദ്യം എഫിന് ഡെറിവേറ്റ് ചെയ്യുക. അപ്പോൾ ഡെൽ എഫ് ഓഫ് ടി എന്ന് വരും. ഇനി ആൽഫിനെ ഡെറിവേറ്റ് ചെയ്യുക. ആൽഫ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇത് കാണിച്ചാൽ നമ്മുടെ ഈ സെക്കൻഡത്തെ കാര്യമായി. ഇനി ഇത് കാണിക്കാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ ഈ ആൽഫ ഡോട്ട് ഓഫ് ടിക്ക് നമ്മളൊരു വൈ ഓഫ് ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യും. നമ്മൾ പ്രൂവ് ചെയ്യും. വൈ ഓഫ് ക്യൂ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. എന്നിട്ട് ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടിയും വൈ ഓഫ് ക്യൂവും ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടുമെന്നും കൂടി കാണിക്കും. ഇത് രണ്ടും കൂടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സംഭവം പ്രൂവ് ആയി. ഇനി ഇതും കൂടി നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ അതിനെന്താ ചെയ്യുന്നത്? നമ്മൾ ഡെൽ എഫ് ഓഫ് പി പർപ്പിന്ന് ഒരു എക്സിനെ എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എക്സ് ഓഫ് ക്യൂനെയും ഡിഫൈൻ ചെയ്യും, വൈ ഓഫ് ക്യൂനെയും ഡിഫൈൻ ചെയ്യും. ഒരു വെക്ടർ ഫീൽഡിന് മാത്രമല്ല എല്ലാ വെക്ടർ ഫീൽഡും സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു വെക്ടർ ഫീൽഡ് വൈ ഓഫ് ക്യൂനെയും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഓഫ് ക്യൂ നമ്മൾ സ്മൂത്തായിട്ട് ക്യൂവിനെ നമ്മൾ ഡിഫൈൻ ചെയ്യും. ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ പിയിലുള്ള നമ്മുടെ യു എന്ന് പറയുന്ന സബ്സെറ്റിലുള്ള ഒരു എലമെൻ്റാണ്. ഇനി എക്സ് ഓഫ് ക്യൂവും വൈ ഓഫ് ക്യൂവും ഈക്വൽ ആണെന്ന് കാണിക്കേണ്ടേ? അത് ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ രൂപത്തിലാണ് നമ്മൾ വൈ ഓഫ് ക്യൂനെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. ഇനി നോക്കിയേ, എക്സ് ഓഫ് പി ഡോട്ട് ഡെൽ എഫ് ഓഫ് പി എന്താ വരിക? എക്സ് ഓഫ് പി എന്ന് പറയുന്നത് നമുക്ക് വി ആണെന്ന് നമ്മൾ എടുത്തു. എക്സ് ഓഫ് പി എന്ന് പറയുന്നത് വി ആണെന്ന് നമ്മൾ എടുത്തു. ഇനി ഡെൽ എഫ് ഓഫ് പി നമ്മുടെ വി കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണെന്നറിയോ? നമ്മളിവിടെ വി എടുത്തിട്ടുള്ളത് ഡെൽ എഫ് ഓഫ് പി പർപ്പെന്നാണ്. എന്നിട്ട് നമുക്ക് ആൽഫ ഡോട്ട് ഓഫ് ടിയിലുണ്ടെന്ന് കാണിക്കല്ലേ വേണ്ടേ? അപ്പോൾ നമ്മൾ ഡെൽ എഫ് ഓഫ് പി പർപ്പെന്ന് നമ്മൾ വി എടുത്തു കഴിഞ്ഞാൽ അതിനോട് ഡെൽ എഫ് ഓഫ് പി ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് 0 വരുമല്ലോ. അപ്പോൾ നമ്മുടെ എക്സ് ഓഫ് പി ഡോട്ട് ഡെൽ എഫ് ഓഫ് പി 0 എന്ന് വന്നു കഴിഞ്ഞാൽ ഇനി അത് ഇതിലേക്ക് കൊടുത്തു നോക്കിയേ, ഈ ടേം എന്തായി? 0 ആയല്ലോ. എക്സ് ഓഫ് പി ഡോട്ട് ഡെൽ എഫ് ഓഫ് പി 0 ആയി. അപ്പോൾ ഇത് മൊത്തം 0 ആയി. അപ്പോൾ വൈ ഓഫ് ക്യൂ ഈക്വൽ ടു എക്സ് ഓഫ് ക്യൂ എന്ന് കിട്ടിയല്ലോ. അപ്പോൾ എല്ലാ വെക്ടർ ഫീൽഡിനും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു കിട്ടി. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? നമ്മൾ ഒരു ഇൻ്റഗ്രൽ കർവ് ആൽഫ എടുത്തു. iന്ന് Rn+1ലേക്ക് iന്ന് Rn+1ലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആൽഫ എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രൽ കർവ് എടുത്തു. ഇതിൻ്റെ സബ്സെറ്റാണ് നമ്മുടെ യു എന്ന് പറയുന്നത്. യു എന്ന് പറയുന്ന ഫംഗ്ഷന് യു എന്ന് പറയുന്ന ഓപ്പൺ സെറ്റ് എഫ് എന്ന് ആറിലേക്ക് മാപ്പ് ചെയ്യും എഫിലൂടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ ഒരു പോയിൻറ്റ് 0 എടുക്കുക. ഈ 0 എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യും? പിയിലേക്ക്. ആൽഫ ഓഫ് 0 ഈക്വൽ ടു പി. ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ കർവിന് പറയുന്നത്. ഇനി ഒരു ആൽഫ ഡോട്ട് ഓഫ് ടീനെ ഞാൻ വൈ ഓഫ് ആൽഫ ഓഫ് ടി ആയിട്ടും ഡിഫൈൻ ചെയ്യുന്നു. എന്തിനാ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളിതാ ഇവിടെ ആൽഫ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു വൈ ഓഫ് ക്യൂ എന്ന് പറഞ്ഞില്ലേ? ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ആൽഫ ഡോട്ട് ഓഫ് ടിയെ വൈ ഓഫ് ആൽഫ ഓഫ് ടി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ആൽഫ ഡോട്ട് ഓഫ് 0 എന്താ കാണാം? എന്താ ആൽഫ ഡോട്ട് ഓഫ് 0 വരിക? വൈ ഓഫ് ആൽഫ ഓഫ് 0 എന്ന് വരും. ആൽഫ ഓഫ് 0 എന്താ? പി. വൈ ഓഫ് പി എന്ന് എന്താ? വൈ ഓഫ് പി എന്ന് പറയുന്നത് വി.
വി എന്ന് വന്നല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഡെൽ എഫ് ഓഫ് പി പറയുന്ന ഒരു വി എടുത്തു, അത് ആൽഫ ഡോട്ട് ഓഫ് ടിയിൽ ഉണ്ടെന്ന് കിട്ടിയ വി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈഡ് പ്രൂവ് ചെയ്തു. ഇനി ഈ സൈഡല്ലേ പ്രൂവ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫ ഡോട്ട് ഓഫ് ടിക്ക് പകരം നമ്മളൊരു വൈ ഓഫ് ആൽഫ ഓഫ് ടി എന്ന് എഴുതാൻ പറ്റുമെന്ന് കിട്ടി. ഓക്കെ, ഇനി ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടിയും വൈ ഓഫ് ആൽഫ ഓഫ് ടി എന്താ വരിക? ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടിയും വൈ ഓഫ് ആൽഫ ഓഫ് ടിയും 0 എന്ന് വരുമല്ലോ. ആൽഫ ഓഫ് ടിക്ക് പകരം നമുക്ക് എന്താ ക്യൂ എന്ന് കൊടുക്കാം. അപ്പം വൈ ഓഫ് ക്യൂ ഡോട്ട് ഡെൽ എഫ് ഓഫ് ക്യൂ 0 ആയതുകൊണ്ട് നമുക്കിതെന്താ പറയാൻ പറ്റും? 0 എന്ന് പറയാൻ പറ്റും. ഇത് 0 ആയി കഴിഞ്ഞാൽ ഈ സംഭവം പ്രൂവായി. നമ്മൾ ഇതും പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ 18th ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബി പാർട്ട് പ്രൂവ് ചെയ്യാം.